പ്രാവേ നിൻ ഇണവരാരാ നാടും വീടും കൂടുള്ളോർ വെടിയും ഇടുക്കമി പാത നീ കടന്നിടേണം. നാടും വീടും കൂടുള്ളോർ വെടിയും ഇടുക്കമി പാത നീ കടന്നിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടേണം. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാരായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാരായി. കരവാട്ടം കളങ്കം മാലിന്യമെന്നേ നിറതേജസ്സോടെ മുൻ നിർത്തിയിടാം. കരവാട്ടം കളങ്കം മാലിന്യമെന്നേ നിറതേജസ്സോടെ മുൻ നിർത്തിയിടാം. പറയാം പ്രിയൻ എനിക്കായി പിളർന്ന മറവിൽ നീരുന്നു പൂർണ്ണയാകാം. പറയാം പ്രിയൻ നിനക്കായി പിളർന്ന മറവിൽ നീരുന്നു പൂർണ്ണയാകാം. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാരാ. കുറുകി ഞരങ്ങി കാത്തിരിക്കും ഒരു പ്രാവേ നിൻ ഇണവരാരായി. നമ്മുടെ ചിന്തയെ ഈ രാത്രി നമുക്ക് കൊണ്ടുവരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 16:33. അതിലൊരു ഇടങ്ങഴിയും മണ്ണയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ കർത്താസേ. ഒരു പാത്രം എടുത്ത് അതിലൊരു ഇടങ്ങഴി മണ്ണയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. മതി. നമുക്കറിയാം യഹോവയായ ദൈവം തൻ്റെ ജനത്തെ വർഷം ഈ മന്ന കൊടുത്തു. 1-2 വർഷമല്ല, 40 വർഷം. ശ്രദ്ധിക്കണം, 40 വർഷം ഈ ജനത്തിന് വേണ്ടി കർത്താവ് ഓരോ ദിവസവും അതിശക്തമായ നിലയിൽ ഒന്നിനു പോലും കുറവില്ലാതെ ഒരു ദിവസം പോലും അവർക്ക് മാറ്റിവെക്കാതെ 40 ദിവസം അവർക്ക് എന്ത് ചെയ്തു? മന്ന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത്രയും വിശേഷിക്കപ്പെട്ട ആഹാരം ഇവർക്ക് നൽകുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവരിത് കണ്ട് മടുത്തുപോയ അനുഭവം ഉണ്ടായിരുന്നത്. കഴിച്ച് മടുത്തുപോയ അനുഭവം ഈ ജനത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറയുന്നത് ഇതാണ്. ആമേൻ. മോശെ, നീ ഒരു കാര്യം ചെയ്യണം. നീ ജനത്തോട് പറയണം. ജനത്തോട് പറഞ്ഞ ശേഷം അത് എങ്ങനെ പറയണം, ആരോട് പറയിക്കണമെന്ന് നോക്കിയപ്പോ ആമേൻ അഹരോനിൽ കൂടെ പറയുകയാണ്. എന്താ പറഞ്ഞത്? ആമേൻ. മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നയിട്ട്. കണ്ടോ? ഒരു പാത്രത്തിൽ ഒരിടങ്ങഴി. ഇപ്പോഴാണ് ഇടങ്ങഴി ഒന്നും ഇല്ലാത്തത്. കിലോ കണക്കായി, ഗ്രാം കണക്കായി പണ്ടൊക്കെ ഇടങ്ങഴിയായിരുന്നു. ശ്രോത്രം, ഒരിടങ്ങഴി എന്ന് പറയുമ്പോൾ ഏകദേശം 5 നാഴി
ആമേൻ, അല്ലെങ്കിൽ നമ്മുടെ ആവറേജ് ക്ലാസ്സിൽ 5 ഗ്ലാസ് ആമേൻ മന്ന വരും. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തു. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ മോശ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങുവാനിടയായി. ശ്രദ്ധിക്കണേ, ആമേൻ. വളരെ വ്യക്തമായി ഇതിന്റെ എഴുത്തുകാരൻ നമുക്കറിയാം മോശയാണ്. പക്ഷേ 17-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്യം കൂടെ നമ്മൾ വായിച്ച് മുമ്പിലോട്ട് പോകുന്നു. വായിക്കാം. 17-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യവും 24-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും 20-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ. ഇന്ന് വായിക്കേണ്ടത് 17-ന്റെ 14. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. കണ്ടോ, ഇതൊരു ന്യായവിധിക്ക് ശേഷം, അഥവാ മോശയിൽ കൂടെ അമാലേക്കരെ തകർത്ത് കളഞ്ഞ് മോശയുടെ കരത്തിൽ കൂടെ അമാലേക്കരെന്ന വലിയൊരു ജനത, ഒരു ജാതിക മണ്ഡലം ഉണ്ടായിരുന്നു. ഈ മണ്ഡലത്തെ തകർത്ത് നമുക്കിവിടെ പഠിക്കുമ്പോൾ അറിയാം. ആമേൻ. നമ്മൾ ആദ്യം ചിന്തിച്ചത് ഇങ്ങനെയാണ്. അത് പറഞ്ഞു മുമ്പിലോട്ട് പോകാം. 16-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മന്ന ദൈവത്തിന്റെ ദാനമാണ്. എഴുതി വെച്ചോളൂ, മന്ന ദൈവത്തിന്റെ ദാനമാണ്. 1 എന്നിട്ട് എഴുതിക്കോ. അതില് നമ്മൾ ചിന്തിച്ചതാണ് 15-ാമത്തെ അധ്യായം. എന്നാൽ അമാലേക്കരുടെ കയ്യിലേക്ക് വരുമ്പോ ഈ അമാലേക്കരെ തകർത്തു കളഞ്ഞ് ദൈവം മോശയിൽ കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി അയപ്പാനിടയായി. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ മഹത്വം അത് ശകലം പോലും കുറവില്ലാതെ ദൈവം മോശയിൽ കൂടെ ചെയ്യിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കണം, ഈ 16-ാമത്തെ അധ്യായം 17-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയുടെ കൈ താഴാതിരിപ്പാൻ എന്ത് ചെയ്തു? അവന്റെ കൈയെ കല്ലുകൊണ്ട് വരെ വച്ച് പൊക്കി. എന്ന് വെച്ചാൽ താഴെ അമാലേക്കരുമായി വലിയ യുദ്ധം നടക്കുക. സ്തോത്രം. ഈ യുദ്ധത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ശ്രദ്ധിക്കണം, ഈ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, അമാലേക്കർ നിലം പതിക്കണമെങ്കിൽ അഭിഷക്തന്റെ കൈ ഉയർന്നിരിക്കണം. ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ നിങ്ങളുടെ കരം ഉയർന്നിരിക്കുമെങ്കിൽ താഴ്വരയിൽ യുദ്ധം സുരക്ഷിതമാണ്. അത് നമുക്ക് ജയം തരുന്നതാണ്. ഇന്ന് രാത്രി ജയം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ചിന്തിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യും മുൻപേ വചനം ഇങ്ങനെ പറയുന്നു, അമാലേക്കർ ആകാശത്തിലെ പക്ഷികളുടെ ഭക്ഷണമായി മാറുമെന്ന് ആമേ പുസ്തകം വിളിച്ചു പറഞ്ഞെങ്കിൽ ആ ഒരു ജനതയെ അശേഷമായി തുടച്ചു മാറ്റാൻ പുരോഹിതന്റെ കരം ഉയർന്നിരിക്കേണ്ടതായി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ എഴുതുമ്പോൾ, ക്രിസ്തു ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, മന്ന ആമേ ദൈവത്തിന്റെ ദാനമാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം, പുതിയ നിയമത്തിൽ പുത്രനായ ക്രിസ്തു. അതാണ് നിഴല്. നമ്മൾ ഇന്നലെ വായിച്ചു യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 3:16. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നമ്മളിത് വായിച്ചു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. എന്താണ്? ക്രിസ്തു ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ ദൈവം, പിതാവായ ദൈവം, പുത്രൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുൻപ് ഇതൊരു നിഴലായി തന്റെ ജനത്തിന് ഒരു മഞ്ഞായി, ഈ മഞ്ഞെന്ന് പറയുന്നത് കർത്താവിന്റെ വരവിന് കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ പൊതിഞ്ഞ മന്ന അത് നിഴലിനെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്, ക്രിസ്തു ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ എഴുതി. 3, ഇതെവിടെ നിന്ന് വന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. മന്ന സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഈ മന്ന വന്നത് എവിടുന്ന? സ്വർഗത്തിൽ നിന്നാണ്. 3,
അതിന് ആധാരമായി നമ്മൾ വായിച്ചു കഴിഞ്ഞു നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇതെന്തിനാണ് അതിന്റെ ഫ്രണ്ടിലത്തെ വാക്കുകൾ പറയണമെന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ കൊണ്ടും ഉളവാക്കാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തിന്റെ മന്ന. ഇത് ദൈവം തന്നെയാണ് ഇത് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാ? സകല ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ദൈവം തന്നെ സ്നേഹിക്കുന്ന ജനത്തിന് കൊടുക്കുന്ന ഭോജനം ചെറുതല്ല കേട്ടോ, അത് വലിയ ഭോജനമാണ്. അതാ പാട്ടൻ പറയുന്നത്, സ്വർഗീയ ഭോജനം കൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു? പോഷിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നു. സ്വർഗീയ ഭോജനം അപ്പോൾ ചെറിയ ഭോജനമാണോ? അല്ല, വലിയ ഭോജനമാണ് സ്വർഗീയ ഭോജനം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. അടുത്ത് 4 എന്നിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആമേ, ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ജീവന്റെ അപ്പം. അതായത് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 33, അതിന്റെ 36, അതിന്റെ 58, അതിന്റെ 58-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 36 ഒരു വായിച്ചു നിർത്തി 58-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ പ്രൈസ് ദി ലോർഡ്. 6:58 വായിച്ചോളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. കാരണം ഇത് പിതാക്കന്മാർ, നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ദിവസം, ഇത് പിതാക്കന്മാർ എന്ത് ചെയ്തു? തിന്നു, അവരെന്ത് ചെയ്തു? മരിച്ചു. പ്രൈസ് ദി ലോർഡ്. തിന്നു എങ്കിൽ അവരെന്ത് ചെയ്തു? മരിച്ചുപോയി. അതെന്തുകൊണ്ട് അവർ മരിച്ചത്? ഈ അപ്പം എല്ലാവർക്കും കൊടുത്തു, എല്ലാവരും ഭക്ഷിച്ചു, അവരെ ചിലരൊക്കെ മരിച്ചുപോയി. പലർക്കും ആമേൻ ദൈവം വച്ചിരിക്കുന്ന സ്ഥാനത്തെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പിതാക്കന്മാര് മരിച്ചു. പക്ഷെ ഇത് തിന്നുന്നവ എന്ത് ചെയ്യും? എന്നേക്കും ജീവിക്കും. അവന് മരണമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ മരിക്കണമെങ്കിൽ ദൈവം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യന് ഒരായുസ് കൂടെ ദൈവം നൽകി. 70 ഇല്ലെങ്കിൽ 80-ന് മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ചിന്തിക്കണം, ദൈവം തരുന്ന സമയം, ദൈവം തരുന്ന മണിക്കൂറുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. തിന്നും അവര് ആമേൻ ഉല്ലസിച്ചും അവർ പലതും ചെയ്തും തിന്ന് മരിച്ചതുപോലെ അല്ല ഇത്. ഈ അപ്പം ആമേൻ തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് എടുത്തില്ലെങ്കിൽ ആ പ്രശ്നം. ഇതാണ് കർത്തൃമേശ. ഇതെടുക്കണം. അതാണ് അതിന്റെ ആഴമെന്ന് പറയുന്നത്. സ്തോത്രം. 5 എന്ന് എഴുതിയിട്ട് പ്രൈസ് ദി ലോർഡ് അവിടെ ഇങ്ങനെ വായിക്കുന്നു, മന്ന ഏറ്റവും ചെറുത്, ആർക്കും എടുക്കാം നേരിയ വസ്തു. പ്രൈസ് ദി ലോർഡ്. എന്താണ് എഴുതിയത്? 5, മന്ന ഏറ്റവും ചെറുത്, ആർക്കും എടുക്കാം നേരിയ വസ്തു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഭാരമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇതാർക്ക് വേണോ എടുത്തുകൊണ്ട് കിടക്കാം എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമാണ്. കൊത്തമ്പാലരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഗോതമ്പ് പോലെ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മല്ലി എന്നുപോലെ, കൊത്തമല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലി അരയ്ക്കത്തില്ലേ, പണ്ടൊക്കെ മല്ലി, മുഴുവൻ മല്ലിയില്ലേ, അതുപോലെ ഇരിക്കും. അതുപോലത്തെ കളറായിരിക്കും. ഇത് നല്ല മല്ലിയൊക്കെ ആണെങ്കിൽ ഇന്നത്തെ 916 സ്വർണത്തെക്കാളും ഭയങ്കര ഗ്ലേസിംഗ് ആ ഒറിജിനൽ മല്ലി എന്ന് പറയുന്നത്. അത്രയും ഭംഗിയോടെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി
ഈ സാധനം കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെതായ നിലയിൽ നിറവിലും ദൈവം നൽകിയെങ്കിൽ ആമേൻ സ്തോത്രം. അടുത്തത് നമ്മൾ 6ാമത്തെ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവും ആബാലവൃത്തം ജനങ്ങൾക്ക്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ആമേൻ ആബാലവൃത്തം ജനങ്ങൾക്ക്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ഇത് കഴിക്കുന്ന സകല മനുഷ്യർക്കും, ഇന്ന് രാത്രി മാത്രമല്ല, ഈ ജീവന്റെ അപ്പം തിരുമേശ വ്യവസ്ഥ പ്രകാരം എടുത്തിരിക്കുന്ന എല്ലാവർക്കും. നമ്മൾ വായിക്കുന്നത് അതിന് അനുയോജ്യമായ വാക്യം ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യവും, ലൂക്ക 2:12, മത്തായി 11:30. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ ആണ് ഇതിനകത്ത് ദൈവം തന്നിരിക്കുന്ന ആലോചനകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് ഒരു മനുഷ്യന് വേണ്ടിയല്ല ഇത് നിർമ്മിച്ചത്, ആബാലവൃത്തം ജനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട. നമ്മൾ വായിക്കുന്നുണ്ട് ആദിമ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. പുതിയ നിയമത്തിൽ പൗലോസ് കൊണ്ടുവന്നെങ്കിലും പഴയ നിയമത്തിൽ എന്താ പറയുന്നത്? ആമേൻ സ്തോത്രം, മനുഷ്യൻ എങ്ങനെ ദൈവത്തെക്കാൾ, അല്ലേ, ആ അല്പം മാത്രം താഴ്ത്തി, പിന്നെ തേജസ്സും പിന്നെ ബഹുമാനവും ആണീച്ച് ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ ആക്കി വച്ചെങ്കിൽ സകലത്തെയും നൽകി, സകലത്തിൻ്റെയും അവകാശം നൽകി, സകലത്തിൻ്റെയും നന്മ അനുഭവിപ്പാൻ, സകലത്തെയും അനുഭവിപ്പാൻ, സകലത്തെയും ആമേൻ സ്തോത്രം നിർമ്മിക്കപ്പെട്ട സകലത്തിനും സകലത്തിൻ്റെ മേലും ആമേൻ അധികാരം കൊടുത്ത ദൈവം പറയുന്നു, ഈ ജനം ഇത് ഭക്ഷിക്കുന്നത് ആബാലവൃത്തം ജനമായിരിക്കും. ഇന്നൊരു സഭയെ പഠിച്ചു കഴിഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ, സ്നാനപ്പെട്ടവരെങ്കിൽ 3 പേര് മാത്രമായിരിക്കും തിരുമേശ എടുക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 10 പേരും എടുക്കും. അന്ന് അങ്ങനെയല്ല. 10 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കർത്തൃമേശ വയ്ക്കുമ്പോൾ 3 പേരോ ഒരാളോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അന്ന് ഭയമുണ്ടായിരുന്നു, ജനത്തിന് പേടിയുണ്ടായിരുന്നു. ഇന്ന് ജനത്തിന് തിരുമേശയോട് പേടിയില്ലാതായി കഴിഞ്ഞു. എന്തും കാണിച്ചിട്ട് പോയി എടുക്കേണ്ട വസ്തു അല്ല ഇത്. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇത് കഴിക്കുന്നവർ എന്ത് ചെയ്യും? അവർ ജീവിക്കും. അവർക്ക് എന്തില്ല? മരണമില്ല. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത 6ാമത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. 7ാമത് പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിരാവിലെ ഇതെന്ത് ചെയ്യണം? പിറക്കണം, പറക്കിക്കൊള്ളണം. അതിരാവിലെ നമ്മൾ ഇന്നലെ വായിച്ചു പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് അതിരാവിലെ എടുക്കേണ്ട സാധനമാണ്, അല്ലാതെ ഉച്ചയ്ക്കും രാത്രിയൊന്നും അല്ല എടുക്കേണ്ടത്. ഇത് രാവിലെ സൂര്യൻ ഉദിക്കും മുൻപ്. എന്തിനാ ആ ഒരു സംഭവം എന്നറിയാം? നിങ്ങൾക്കറിയാമോ? ദൈവം സർവജ്ഞാനിയാ. ആരാ പറഞ്ഞേ? ദൈവം ആരാ? സർവജ്ഞാനി. ദൈവം ഒരിക്കലും തപ്പ് ദൈവത്തിന് പറ്റാറില്ല. തപ്പ് ദൈവത്തിന് എന്ത് ചെയ്യില്ല? പറ്റാറില്ല. നമ്മുടെ കർത്താവ് ആമേൻ ഭോഷനല്ല. ഒരു ദൂത് പറയാൻ വേണ്ടി വരിക. നമ്മുടെ ദൈവം ആരല്ല? ഒരു ഭോഷനല്ല. ദൈവം എല്ലാം ചന്തമായി മെനയുന്ന ദൈവമാ. എന്താ അതിരാവിലെ പറക്കാൻ പറഞ്ഞ കാര്യം അറിയാമോ? ഒന്ന് പറഞ്ഞേ. അറിയാമെങ്കിൽ ആമേൻ മ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. ആമേൻ, നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതെന്താ രാവിലെ പറക്കാനും പറയുന്ന കാര്യം? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഉരുകിപ്പോകും. ഇത് ഉരുകും. അകത്തൊന്ന് സാധനം ഇരിപ്പുണ്ട്, അതിന്റെ പേരാ മന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരിക്കുന്ന ദൈവത്തിന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട ജനം എന്ത് ചെയ്യണം? സൂര്യൻ ഉദിക്കുന്ന മുമ്പേ എണീറ്റ് മുഴങ്കാലിലിരുന്ന് ദൈവം മന്ന ഭക്ഷിക്കാൻ താല്പര്യപ്പെടണം. അതാണ് ഇതിന്റെ നിഴൽ, അതാണ് ഇതിന്റെ വരവിന്റെ ഉദ്ദേശം, അതാണ് ദൈവത്തിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ പ്ലാന്. നമ്മുടെ ദൈവത്തിന് എന്തെങ്കിലും തപ്പോറ്റാറുണ്ടോ? ഒന്നുമില്ലെന്നേ. ദൈവം നിർമ്മിച്ചതെല്ലാം നല്ലത്. ചൊവ്വാഴ്ച നല്ലത്, ബുധനാഴ്ച നല്ലത്, വ്യാഴാഴ്ച നല്ലത്, വെള്ളിയാഴ്ച നല്ലത്, ശനിയാഴ്ച നല്ലത്, ഞായറാഴ്ച നല്ലത്, തിങ്കളാഴ്ച നല്ലത്, അല്ലേ? ആമേൻ. പ്രൈസ് ദി ലോർഡ്.
എല്ലാം നല്ലത്. ഹോ, കല്യാണത്തിന് ഡേറ്റ് എടുക്കുമ്പോ വെള്ളിയാഴ്ച വേണ്ട, ചൊവ്വാഴ്ച വേണ്ട. എന്താ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പോകത്തില്ലേ? ഇല്ല, ഞായറാഴ്ച വെച്ച കുഴപ്പമില്ല. ആമേൻ. ഓ, ചൊവ്വാഴ്ച പലരും പറയും, പണ്ടൊക്കെ പറയും ചൊവ്വാഴ്ച വയ്ക്കരുത്, അന്ന് പൂ തുറക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച വയ്ക്കരുത്, അന്ന് പിശാച് വരുന്ന ദിവസമാണ്. ആണോ? അല്ല, എല്ലാ ദിവസവും നല്ലത് അല്ലേ? എല്ലാ ദിവസവും നല്ലത് ദൈവം സൃഷ്ടിച്ച എല്ലാ ദിവസവും. പലപ്പോഴും വിശുദ്ധ ആരാധന. ഇപ്പൊ രാവിലെ അല്ലല്ലോ കല്യാണം, കെട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷം. സ്തോത്രം. അങ്ങനെ പോയവർക്കായ സ്തോത്രം. ആമേൻ. ഇപ്പൊ കല്യാണമല്ല, ഉച്ചയ്ക്ക് ശേഷം ഞായറാഴ്ച കെട്ടുൾപ്പെടെ. ആമേൻ. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഞാൻ പോയി 2-3 കല്യാണത്തിന്. 2 മണിക്ക് ശേഷമാണ് വിവാഹം, ശുശ്രൂഷ നടക്കുന്നത്. കാര്യം എന്നറിയാമോ? എന്താ കാര്യം? അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കെല്ലാം വരാം, ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ്ട, എല്ലാവർക്കും പോയി ഊണ് കഴിക്കാം. 2-3 പ്രാവശ്യം കളരി കഴിയുമ്പോ കെട്ടും കഴിയും. സ്തോത്രം. ഇപ്പൊ എല്ലാം ടെക്നോളജിയെ. കാരണം രാവിലെയും രാത്രിയും 2 ദിവസത്തെ ഹാളൊന്നും വേണ്ട, ഒറ്റ ദിവസം കൊണ്ട് ഫംഗ്ഷനും കെട്ടും എല്ലാം കൂടെ കഴിഞ്ഞു പരിപാടി. ഇത്ര ഭംഗിയായി മനുഷ്യന് ദൈവം ബുദ്ധി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. എല്ലാ ഒരു വിരൽത്തുമ്പിൽ ദൈവം തന്ന കാര്യം എന്നറിയാമോ? നിനക്കെല്ലാം ശോധന ചെയ്തെടുക്കണം. എല്ലാം ശോധന ചെയ്ത് ഇന്ന് രാത്രി ദൈവം ഒന്നും ജ്ഞാനത്തോടെ സൃഷ്ടിക്കാത്ത ദൈവമല്ല. അതാ പറഞ്ഞത്, മഞ്ഞിൽ പൊതിഞ്ഞു കൊടുത്തിട്ട് പറയുക, ഇതെന്ത് ചെയ്യണം? രാവിലെ വെളുപ്പിന് സൂര്യ ഉദിക്കും മുമ്പേ എണീക്കണം. ഹല്ലേലൂയ. അത് രാവിലെ പിറക്കണം. അടുത്ത് ആമേൻ, സ്തോത്രം. 9ാമത് നമ്മൾ പഠിക്കുമ്പോ, മന്ന എടുക്കാൻ അല്പം കുനിയണം. എന്താണ് ഈ മന്ന എടുക്കാൻ? എന്ത് ചെയ്യണം? അല്പം ഒന്ന് കുനിഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്നു വരണം. അത് എന്തിനെ കാണിക്കുന്നു? ആമേൻ. കർത്താവ് എന്താ പറഞ്ഞറിയാമോ? ആമേൻ, താഴ്മയ്ക്കും പിന്നെ യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനം, പിന്നെ മാനം, പിന്നെ ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് താണെടുക്കാൻ ഏത് പ്രായക്കാർക്കും ഇത് എടുക്കാൻ കണക്കിന് ഒന്ന് കുനിഞ്ഞ് എടുക്കാനാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത 10ാമത് നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത്, ദൈവസന്നിധിയിൽ വിധിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിക്കണം. എന്താണ്? ദൈവസന്നിധിയിൽ വിധിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിക്കണം. വാക്യം തരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ ആമേൻ വാക്യത്തിലേക്ക് ഒന്ന് വരുമ്പോ ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിന് വിശ്വസിക്കുന്ന ഏവനും. പ്രൈസ് ദി ലോർഡ്. ആദ്യം എന്ത് ചെയ്യണം? അവനെ കൈക്കൊള്ളണം. അതാണല്ലോ പാട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തെ കൈക്കൊണ്ടവരായി ഇതിനകത്തിരിക്കുന്നേ. ആമേൻ. ദൈവത്തെ കൈക്കൊണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന, ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്തു കൊടുത്തു? അധികാരം കൊടുത്തു. ഇതൊരു അധികാരത്തിന്റെ ശുശ്രൂഷയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരു അധികാരത്തിന്റെ ശുശ്രൂഷയാ. ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെറുതല്ല, അതിവിശാലമായ ഒരു ശുശ്രൂഷയാ. ഇത് അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരപ്പെടുമ്പോൾ പിശാചിന്റെ മേലുള്ള അധികാരം. ശ്രദ്ധിക്കൂ. ഏതിന്റെ മേലുള്ള അധികാരം? പിശാചിന്റെ മേലുള്ള അധികാരം. പിന്നെ വാഴ്ത്തത്തങ്ങളുടെ മേലുള്ള അധികാരം. ആമേൻ. വാഴ്ത്തത്തങ്ങളുടെ മേലുള്ള അധികാരം. ആമേൻ. ഇന്നലെ നമ്മൾ വായിച്ചു രോഗങ്ങളുടെ മേലുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രോഗങ്ങളുടെ മേലുള്ള അധികാരം. ആമേൻ.
3, 4 അടുത്ത് പറയുന്നത് ഭാവിയുടെ മേലുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. എന്തിന്റെ മേലുള്ള അധികാരം? ഭാവിയുടെ മേലുള്ള അധികാരം. അടുത്തെന്താ അധികാരം? തലമുറയുടെ മേലുള്ള അധികാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് തന്നതാ. ആമേൻ. ആമേൻ. സകലത്തിന്റെയും ഉടമസ്ഥനായിരിക്കുന്ന ദൈവം പറയുന്നു, സകലത്തെയും സൃഷ്ടിച്ചവനും ചമച്ചവനുമായ ദൈവം പറയുന്നു, ഈ സൃഷ്ടിക്കകത്ത് ഒരു അധികാരം ദൈവം കൊടുത്തു. ചെറുതല്ല കേട്ടോ. ആമേ, സ്തോത്രം. ആമേ, തലമുറ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ കൈവച്ച് പിതാവിന് അധികാരത്തോടെ പ്രാർത്ഥിക്കാം, മാതാവിന് അധികാരത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേ, ഭർത്താവ് സ്നാനപ്പെട്ട, ഭാര്യ സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആമേൻ വഹിച്ചു പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ? എന്താണ്? തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പി. സ്തോത്രം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. വചനം നിറവേറണ്ടേ? ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാതായി, ഭാര്യയ്ക്ക് ശക്തമായി പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ അഭിഷേകം ഇപ്പോൾ ഈ ശരീരത്തിലേക്ക് പകരണമേ. അതൊരു അധികാരമാണ്. ഭാര്യയ്ക്ക് സുഖമില്ല, ആമേൻ, അടുത്ത് വണ്ടി വിളിക്കുകയല്ല ചെയ്യേണ്ടത്, അവിടെ പിടിച്ചിരുത്തിയിട്ട് വെള്ളം എടുക്കണം, പ്രാർത്ഥിച്ചു കൊടുക്കണം അധികാരത്തോടെ. സ്തോത്രം. മക്കൾക്ക് സുഖമില്ല, ആമേൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ല വേണ്ടത്, വേണം. അവിടെയും കരം വച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ നമ്മുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശബനബരഗതുനി. 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്ക് ആമ എഴുത 11ാമത്തെ 11 10 എഴുതി 11. മന്ന മഞ്ഞിലൂടെ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? മന്ന മഞ്ഞിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇതിന് അങ്ങനെ ഡയറക്റ്റ് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ എപ്പോഴും എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാൻ ഇത് പറ്റില്ല. ഇത് ദൈവത്താൽ സെക്യൂരിറ്റിയോടെ വരണം. ഒന്ന്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് താഴെ തറയിൽ ഇടുമ്പോൾ എന്ത് ചെയ്യരുത്? ഉറുമ്പരിക്കരുത്. കാരണം ഇതിനെന്തുണ്ട്? മധുരമുണ്ട്. ആമേൻ. 2 എന്തുണ്ട്? തേനിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. 3 എന്തുണ്ട്? എണ്ണയുണ്ട്. അതല്ലേ നമ്മൾ വായിച്ചത്? 1 തേനോട് കൂടിയുള്ള ദോശയ്ക്ക് തുല്യം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ എന്താ വായിച്ചത്? എണ്ണ ചേർത്ത ദോശയ്ക്ക് തുല്യം. ഇതൊന്നും ചേർത്തിട്ടില്ല. അത്ര ടേസ്റ്റ് ഉള്ള സാധനമാണ് ഈ കാണുന്ന മന്ന. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ പ്രത്യക്ഷമാകുന്നത്? മന്ന മഞ്ഞിലൂടെ പ്രത്യക്ഷപ്പെട്ടു. എഴുതേണ്ടത് ആമേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങൾ. 13, 14 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11 അതിന്റെ 9-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ആ 13 വാക്യം നമ്മൾ വായിച്ചതാണ്. കഴിഞ്ഞ ദിവസം 13ാമത്തെ വാക്യം വായിച്ചു, 14 നമ്മൾ വായിച്ചു. പക്ഷേ ഇന്ന് രാത്രി ഇത് പ്രത്യക്ഷപ്പെടാൻ ഒരു സമയമുണ്ട്. ഇതെപ്പോഴും തൊഴിഞ്ഞിടക്കത്തില്ല കേട്ടോ. അങ്ങനെ ഒരു വ്യവസ്ഥ ഇതിനകത്തില്ല, എപ്പോഴും ഇല്ല. 40 വർഷം ഒരു ഭക്ഷിച്ചു. ദൈവം സമയം വച്ചിട്ടുണ്ട്. ആ സമയത്തിൽ മുഴങ്കാൽ മടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും 6 മാസം 3 മാസമായ കുഞ്ഞിന് വരെ എടുക്കാൻ കണക്കിന്, നിലത്തിഴയുന്ന കുഞ്ഞിന് വരെ അതിനെ സ്പർശിക്കാൻ കണക്കിന്, ഉറുമ്പ് പോലും അരിക്കാതെ സൂര്യൻ ഉദിക്കുന്ന മുമ്പേ അത് പിറക്കുവാൻ ജനത്തെ ദൈവം ആഹ്വാനം ചെയ്തെങ്കിൽ, അഭിഷേകം ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി ദൈവകുഞ്ഞ് നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ശമനപരഗതുനി അതുരമനാരകൾ ഖനാദി. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 12. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ചരിത്രം. ഇതെന്താണ് ഈ മഞ്ഞിനെ മാത്രം എടുത്ത് പറയുകയാണ്. ഇത് പരിശുദ്ധാത്മാവിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പരിശുദ്ധമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. ഒരു പ്രാവ്, മാടപ്രാവാകട്ടെ അരിപ്രാവാകട്ടെ, അതൊരിക്കലും ഒരു അഴുകി ചീഞ്ഞു കിടക്കുന്ന
ആമേൻ വസ്തുക്കളുടെ മേൽ വന്നിരിക്കത്തില്ല. അത് വന്നിരിക്കുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത്. അതിന്റെ കാലുകൾ പോലും നല്ല പാവനമായിരിക്കുന്നത് പോലെ. ഒരിക്കലും ഒരു കേടുള്ള ഭക്ഷണം കഴിക്കാത്തൊരു സാധനമുണ്ടെങ്കിൽ അത് പ്രാവാണ്. അത് പരിശുദ്ധമുള്ളിടത്ത് ഇറങ്ങത്തുള്ളൂ. അതുപോലെയാണ് ഈ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് പരിശുദ്ധമായ സ്ഥലത്താണ്. പ്രൈസ് ദി ലോർഡ് പറ ആമേൻ. 1 2 അല്ല, 30 ലക്ഷം ജനം. ആമേൻ. 30 ലക്ഷം ജനത്തിന് 40 വർഷം തിന്നാൻ കൊടുക്കാൻ എന്റെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിന്റെ കുടുംബത്തെ തലമുറയും പോറ്റുവാൻ എന്റെ ദൈവം സർവശക്തൻ. ശമനപരഗതുനി, നീ എന്തിനാ ഭാരപ്പെടുന്നത്? എന്റെ ദൈവം ഒരു ദിവസം 40-30 ലക്ഷം പേർക്ക് ആഹാരം കൊടുത്തെങ്കിൽ എണ്ണപ്പെടാത്ത വേറെയുണ്ട്. ഉദരത്തിൽ കിടക്കുന്നതും പുറത്തു വന്ന് തറയിൽ കിടന്ന് എഴയുന്നതും. ആമേൻ. സ്തോത്രം. ഇല്ലാത്തത് പിന്നെയുണ്ട് ആയിരക്കണക്കിന്. സ്തോത്രം. ആമേൻ. 30 ലക്ഷം ആഹാരം ഒരു ദിവസം പോലെ കുറയാതെ കൊടുത്തെങ്കിൽ ഏലിയാവേ നീ പേടിക്കണ്ട, നിന്നോട് ചൂരച്ചെടിയിൽ തണലിരിക്കാൻ എന്റെ ദൈവം പറഞ്ഞെങ്കിൽ നീ അവിടെ ഇരിക്ക്. കാക്ക വരാൻ താമസിച്ചാലും നീ മാറിപ്പോകണ്ട, അവൻ വരും. അതിനായി നീ കാത്തിരിക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നെ പോഷിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്. അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. സകല മന്ത്രവാദികളുടെ വടികളും ആമേൻ ആ കൂടാരത്തിനകത്ത് മൗനമായി ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് പറയാൻ കഴിയും, ദൈവം വച്ചിരിക്കുന്ന വടിയുണ്ടല്ലോ, ഒറ്റ രാത്രി കൊണ്ട് തളിർക്കാൻ പോകുകയാ. അത് പൂക്കുവാൻ പോകുകയാ. അത് ബദാം ഫലം കായ്ക്കുവാൻ പോകുകയാ. നിന്റെ തലമുറയുടെ മേലുള്ള വാഴ്ത്തത്വം ഒരു രാത്രി നീ കൂടാരത്തിലായിരുന്നാൽ അതിനപ്പുറം നീ എണീക്കുമ്പോൾ നിന്റെ തലമുറ തളർത്തിരിക്കും. ഓ ശമനപരഗതുനി, എന്തോ ആത്മാവ് ചില തലമുറകളിലേക്ക് പോകുകയാ. ശുഡമനരഗതുനി അതുരമനാരകൽക്കനാദി. തലമുറയെ കുറിച്ചുള്ള വാഴ്ത്തത്വങ്ങൾ ആമേ ദൈവസന്നിധിയിൽ അത് ഉണ്മയാണ്. ഉണ്മയോടെ കർത്തരെ സ്തുതിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. കർത്തൃ പാദപീഠത്തിൽ ആരിടുന്ന് രാവും പകലും പ്രാർത്ഥിക്കുമോ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ ഉള്ളവരായി ഇതിനകത്തിരിക്കുന്നത് പ്രാർത്ഥിച്ചോ. അടബനരാജകൽക്കനാദി. ഹാലലൂയ. ചുടബനാരികൽക്കന വൈഡബരാജകൽക്കനാദി. ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല കേട്ടോ. ഹാലലൂയ. ആമേൻ. സ്തോത്രം. ഒരിക്കലും ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല. ആമേൻ. ഒരിക്കലും കർത്താവ് നിന്നെ തള്ളിക്കളയത്തില്ല. തള്ളിക്കളഞ്ഞ സമൂഹത്തിൽ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? തള്ളിക്കളഞ്ഞത്, നിന്നെ മാറ്റി നിർത്തിയത്, ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞത്, ഇനി പറ്റില്ല എന്ന് പറഞ്ഞത്, അതിന്റെ മുമ്പില് ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ പോകുകയാ. നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തരാൻ ഇന്ന് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഇങ്ങനെ പാടാറുണ്ട്, കുറുകി ഞരങ്ങും കുറുമ്പ്രാവേ നിൻ ഇണ വരാൻ കാലമായി, ഇനി താമസമില്ല, അവൻ വരും. വരുമെന്ന് പറഞ്ഞാൽ അവൻ ഇന്ന് രാത്രിയായാലും അവൻ നിന്റെ കിടക്കമേൽ അവൻ ഇരിക്കും, നിന്റെ കണ്ണീർ തുടയ്ക്കും. നാളുകളായി നീ ഭാരപ്പെടുന്ന രോഗശക്തികൾ, നാളുകളായി നീ ഭാരപ്പെടുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ, ആമേൻ. നിന്റെ ലക്ഷ്യം നിന്നെ പരാജയപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് ക്ഷീണിക്കുക എന്നല്ല, നിന്നെ പരാജയപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് നീ ഒറ്റപ്പെടുക എന്നല്ല, നീ ഇരുന്ന് വിശർക്കുകയല്ല, നീ ഇരുന്ന് ഭാരപ്പെടുകയല്ല. നിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള കുതിപ്പ. അതിലേക്ക് നീ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഒരു മഞ്ഞിൽ പൊതിഞ്ഞത് നിന്റെ കുടുംബത്തിൽ അവൻ തരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവർ, ഓ നീ ഒന്നിനെ തോറ്റെങ്കിൽ പിന്നെ ആരും പഠിക്കാതിരിക്കുന്നില്ലേ? എന്റെ പൊന്നു ദൈവം ഇതിലെ ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം ഓട്ടക്കളത്തിനകത്ത് തോറ്റവരാ പിന്നെയും ഓടുന്നത്. അവർക്കറിയാം ഒരു ദിവസം ഞാൻ വിജയം പ്രാപിക്കും.
അന്ന് എന്നെ ഈ കൂവിയവരെ കൊണ്ട്, എന്നെ പരിഹസിച്ചവരെ കൊണ്ട് ഞാൻ കൈയടിപ്പിക്കും. താല്പര്യമുണ്ടോ എന്നോട് കൂടെ പറയാൻ? നിന്നെ പരാജയപ്പെടുത്തിയില്ലേ, അവര് പാർക്കുന്ന ദേശത്ത് വച്ച് ആമേൻ ആ കൈ കൊട്ടി നിന്നെ കൂകി വിളിച്ചവരുടെ മുമ്പിൽ അവരെ കൊണ്ട് നീ പറയിക്കണം, വിജയശ്രീ ലാളിതനായി നിന്റെ കഴുത്തിൽ ഗോൾഡ് മെഡലായ ആമേ സ്തോത്രം വള്ളിയിൽ തൂക്കിയ ഒരു റൗണ്ട് ചിഹ്നം നിന്റെ കഴുത്തിലേക്ക് വരുമ്പോൾ നീ പറയണം, ഹല്ലേലൂയ, ഇത് വൃഥാവായിട്ട് കിട്ടിയതല്ല, ഇതിന്റെ കഠിന പ്രയത്നമാണ്. നീ ഓടിക്കൊണ്ടേയിരിക്കണം. നീ ഓടിക്കൊണ്ടേയിരിക്കെ. ആമേൻ. നീ ഓടിക്കൊണ്ടേയിരിക്കണം. നിർത്തിക്കളയരുത്. ഈ വണ്ടി നിൽക്കരുത്. നീ ഓടിക്കൊണ്ടേയിരിക്കണം. പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, നിന്നെ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ, അപവാദം പറയുന്നവർ അപവാദം പറഞ്ഞോട്ടെ. മോശേ, നീ ഓടിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിന്നിൽ കൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. ശബലപരഗതുനി അടമനരാജകൽക്കനാദി. വായിക്കാം. പുതിയ നിയമത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 26-ാമത്തെ വേദാംശം. എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായം 26-ാമത്തെ വേദാംശം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോടുകൂടെ വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാവങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എന്നിട്ട് പറയാ 1, 2, 3 എന്താ വേണ്ടത്? പവിത്രൻ 1, 2 നിർദോഷൻ, 3 നിർമ്മലൻ, 4 പാപികളോട് വേർപെട്ടവൻ, 5 സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്വർഗം പോലും ഈ കർത്താവിന്റെ മുമ്പിൽ താണ് നമസ്കരിക്കും. ആ ഒരു ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയ പദവിയെ നമ്മൾ കളയൂ? ഈ ദൈവത്തെ ആരാധിപ്പാൻ കിട്ടിയ പദവി നമ്മൾ കളയോ? ഒരിക്കലുമില്ല. ആമേൻ. അമ്പരചുംബിയെ പോലെയുള്ള ആമേൻ ഇത്ര കോമളനായിരിക്കുന്ന, ഇത്ര ഭംഗിയുള്ളവൻ, ആമേൻ ഇത്ര സൂര്യകാന്തത്തെക്കാൾ വിലയുള്ളവൻ, ആമേൻ ഭംഗിയുള്ളവൻ, ഈ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ ഇവന്റെ പേരാണ് എന്താണ്? പവിത്രൻ. വെറുതെ ഒരു പവിത്രൻ എന്ന് പേരിട്ടിട്ട് ബോധിക്കുന്നത് കാണിക്കാൻ വേണ്ടിയുള്ളതല്ല ഈ പേര്. ഇതെന്റെ കർത്താവിന്റെ പേരാ. അടുത്തെന്താ? ആമേൻ സ്തോത്രം. ആമേൻ നിർദോഷൻ എന്ന് പറഞ്ഞാൽ ദോഷമൊന്നുമില്ലാത്തവൻ. 3 ആമേൻ നിർമ്മലൻ. ഹല്ലേലൂയ. 4 പാപികളോട് വേർപെട്ടവൻ. ഇന്ന് രാത്രി ആമേൻ നിന്റെ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ഒന്ന് വേർപാട് ഈ കാര്യത്തിലൊന്ന് വേണം. ആമേൻ. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ഒന്ന് വേർപെട്ടാൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തെന്താണ്? സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവപൈതലേ, പുതിയ നിയമത്തിനകത്ത് ഇങ്ങനൊരു വാക്യം കൊണ്ടുവന്നപ്പോൾ ആമേൻ പൗലൂസ് പറയുന്ന പൗലൂസിന്റെ വ്യാഖ്യാനത്തിൽ കണ്ടോ, ഈ ഭാഷകളിലൊക്കെ പൗലൂസ് വ്യാഖ്യാനിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ പൗലൂസ് തയ്യാറായപ്പോൾ 12-ാമത്തെ 13-ാമത്തെ ഭാഗത്തേക്ക് എഴുതാൻ വരുന്നു. 13-ാമത്തെ ഭാഗം അവിടെ പറയുന്നു, ജീവമന്നയായ 13 ജീവമന്നയായ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. ആരാണ്? ജീവമന്നയായ ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തു? ഉരുവായി. 13. അടുത്ത് മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് വായിക്കുന്നില്ല. ആമേൻ. അടുത്ത 14-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്പർ 14 മന്ന ആമേൻ നിലത്തു വീണു. മന്ന എവിടെ വീണു? നിലത്തു വീണു. പ്രൈസ് ദി ലോർഡ്. 16-ന്റെ 14 പുറപ്പാട്. പ്രൈസ് ദി ലോർഡ്. 16-ന്റെ
14 എവിടെ വീണു? ഇത് നിലത്തു വീണു. ആഹാ, ഞാൻ പറയട്ടെ, ഒരു മാങ്ങ നിലത്ത് വീണാൽ അല്പ കഴിയുമ്പോ ഇതിനകത്ത് എന്ത് കയറും? പുഴുക്കൾ കയറും, പാമ്പുകൾ ഓടി വരും, പിന്നെ നായ്ക്കൾ ഇതിന്റെ ചവിട്ടി മെതിക്കും, പിന്നെ ഒത്തിരി ശുദ്ര ജന്തുക്കൾ ഇതിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. എന്നാൽ ഈ മന്ന ഈ നിലത്ത് കിടക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഒന്നുപോലും എന്ത് ചെയ്യുന്നില്ല? അടുക്കുന്നില്ല. കാരണം ഇങ്ങനെയാണ്, അതിനെന്തുണ്ട്? തണുപ്പുണ്ട്. ഹല്ലേലൂയ. അതിന്റെ പുറം മൂടി എന്താണ്? ഐസ് കട്ടയാണ്, മഞ്ഞക്കട്ടയാണ്. അതിനകത്താണ് മന്ന ഇരിക്കുന്നത്. ദൈവ പൈതലേ, നിന്നെ എത്രയോ പ്രാവശ്യം രോഗം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. നിന്നെ എത്രയോ പ്രാവശ്യം ശത്രു കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. നിന്നെ എത്രയോ പ്രാവശ്യം പൈശാചികൻ തൊടാൻ ശ്രമിച്ചു. നിന്നെ എത്രയോ പ്രാവശ്യം ചില മൈഗ്രെയിൻ, നിന്നെ തലവേദന നിന്നെ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ എത്രയോ പ്രാവശ്യം നിന്റെ ഉദരം നിന്നെ പ്രതികൂലമായി ഉയർന്നു. നിന്നെ എത്രയോ പ്രാവശ്യം നിന്റെ കൈകാലുകൾ പറഞ്ഞു നടക്കത്തില്ല എന്ന്. എത്രയോ പ്രാവശ്യം ബ്രെയിൻ പറഞ്ഞു പറ്റില്ല എന്ന്. എത്രയോ പ്രാവശ്യം ഹാർട്ട് പറഞ്ഞു എനിക്ക് നടക്കില്ല എന്ന്. എത്രയോ പ്രാവശ്യം വൃക്ക പറഞ്ഞു ഇനി പറ്റില്ല, എനിക്ക് മുൻപിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിന്നെ പൊതിഞ്ഞത് മറ്റൊന്നുമല്ല കേട്ടോ, ഈ ഭൂമിയിൽ ഉരുവായതൊന്നുമല്ല കേട്ടോ. നീ എത്ര ഡോറുള്ള ഫ്രിഡ്ജിനകത്തും ഐസ് വലിപ്പിച്ചാലും അത് ചില മിനിറ്റ് കഴിയുമ്പോൾ അലിഞ്ഞു പോകും. പക്ഷെ ഇത് ദൈവത്താൽ ഉരുവാക്കപ്പെട്ട സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവത്തിന്റെ മന്നയാണ്. ആമേൻ. ഇതിനകത്ത് ഒരു പ്രസൻസ് വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മന്നയ്ക്കൊരു പ്രസൻസ് ഉണ്ട്, ഇതിന് പ്രത്യേകതയുണ്ട്. ഈ മന്നയ്ക്കൊരു പ്രോമിസ് ഉണ്ട്. ഇത് സ്വർഗത്തിലെ ദൈവം വരുന്നതിന് മുൻപേ ഉള്ളതാ. അതുകൊണ്ട് നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ന് രാത്രി മിനി കർത്താവിന്റെ അഭിഷക്തയോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അഭിഷക്തേ, വരുന്ന മഞ്ഞിൽ പൊതിഞ്ഞ മന്ന ആർക്കും പൊട്ടിക്കാൻ കഴിയില്ല. കാരണം അത് രജിസ്റ്റേർഡാ. സ്തോത്രം. ആമേൻ. ആ ആള് തന്നെ അത് ഒപ്പിട്ട് വാങ്ങണം. അത് രജിസ്റ്റേർഡാ. വേറെ ആർക്കും അതിനെ പൊട്ടിക്കാൻ കഴിയില്ല, തൊടാൻ പോലും അധികാരമില്ല. ശംഭവരാജകൽക്കനാദി. കാരണം ഇത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതും ദൈവം ഇത് ഉരുവാക്കിയതും അത് എത്തിക്കേണ്ട കരങ്ങളിൽ എത്തിക്കേണ്ടതും ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അഭിഷത്തെ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വരാൻ പോകുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചോ. ആമേൻ. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വരാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചോ. ആമേൻ. ഇന്നേക്ക് 21 ദിവസം ഉപവാസം ഇരിക്കും. എങ്ങനെ വേണോ ആകാം, എങ്ങനെ വേണോ പ്രാർത്ഥിക്കാം. കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ്, ആഴ്ചയിൽ 1 വെച്ചാണെങ്കിൽ അങ്ങനെ, ആഴ്ചയിൽ 2 ആണെങ്കിൽ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചോ. ഈ 21 ഉപവാസം കഴിയുമ്പോൾ ഒരു രജിസ്റ്റേർഡ് ഭവനത്തിലേക്ക് വരാൻ പോകുകയാണ്. റിബലബ ശമനബരഗതുനി. എഴുതി തള്ളിയത്, ശത്രു കരിയിലയിട്ട് മൂടിക്കളഞ്ഞത്, കല്ലിട്ട് മൂടിക്കളഞ്ഞത്, അടബൽക്കമന ജൂഡപരാജകൽക്കനാദി അംബപരാജകൽ പ്രൗഢപരക്ഷം വേദപരാജകൽക്കനാദി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവൻ അതിന്റെ കുതന്ത്രങ്ങളെ മെനഞ്ഞത് ഇന്ന് രാത്രി പൊങ്ങി വരികയാണ്. ഹല്ലേലൂയ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ദൈവാത്മാവ് അതിനെ പൊളിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന നാഴിക വിദൂരമല്ലെന്ന് രാത്രി വിളിച്ചു പറയുന്നു. പ്രാർത്ഥിക്കൂ. ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്ന സമയത്തിനനുസരിച്ച് ആമേൻ, ആഴ്ചയിൽ 1 or 2 അല്ലേ ഇനി കണ്ടിന്യൂസോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ആമേൻ, ഇരിക്കൂ. ദൈവത്തിന്റെ പ്രവൃത്തി
വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ലെന്ന് അഭിഷക്തിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതല്ലേ പാട്ടുകാരൻ പാടിയത്, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, ഒന്നുമില്ലായ്മയിലും എല്ലാമുള്ളവനെ പോ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. പ്രതികൂലം മാറാൻ പോകും ദൈവത്തിനെ. നിന്റെ പ്രതികൂലം മാറാൻ പോകുകയാ, നിന്റെ വേദന മാറാൻ പോകുകയാ, നിന്റെ കഷ്ടത മാറാൻ പോകുകയാ, നിന്റെ നിന്ദകൾ മാറാൻ പോകുകയാ, നിന്നെ കൈയടിച്ച് കൂകി വിളിച്ചവരുടെ വായിൽ ചിരി വരാൻ പോകുകയാ. ആമേൻ. നിന്നെ തമാശയ്ക്കായി കളിയാക്കിയുടെ മുമ്പിൽ അവർ നിനക്ക് നേരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പോകുകയാ. വഴി തുറക്കാൻ ദൈവശക്തൻ. പ്രാർത്ഥിച്ചോ, വിട്ടുകൊടുക്കരുത്. ഇത് വെല്ലുവിളിയായിട്ടെടുത്തോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റിബലബ ശംഭവ രാജകൽക്കനാദി 15. ആമേൻ. മന്ന പുരോഹിതനും നിത്യനുമായ ക്രിസ്തു. മന്ന പുരോഹിതനും നിത്യനുമായ ക്രിസ്തു. വാക്യം സദൃശ്യാധ്യായങ്ങൾ 8:22. ഒന്ന് വായിക്കാം. സദൃശ്യാധ്യായങ്ങൾ 8:22. പ്രൈസ് ദി ലോർഡ്. വായിച്ചോ. വേഗം വേഗം വായിക്കൂ. സദൃശ്യാധ്യായങ്ങൾ 8:22. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഇവിടെ നമ്മൾ വായിച്ചത് യഹോവ പണ്ട് പണ്ട് തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഇതെന്താണ്? മുമ്പിലോട്ട് വരുന്ന കർത്താവിനെ പ്രത്യക്ഷപ്പെടുത്തി ഒരുത്തൻ പിന്നാലെ വരുന്നു. യോഹന്നാൻ എന്താ പറയുന്നത്? ഒരുത്തൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ്? അവൻ ജലം കൊണ്ടും ആത്മാവ് കൊണ്ടും എന്ത് ചെയ്യുന്നു? തീ കൊണ്ടും അവൻ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുത്തുന്നവൻ എന്റെ പിന്നാലെ വരുന്നു, അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. യേശു എന്താ പറഞ്ഞേ? ഇപ്പോൾ സമ്മതിക്ക. ഇതിലൂടെ എന്ത് ചെയ്യുന്നു? സകലവും നിവർത്തിയാകാൻ പോകുക. സകലവും. സകലവും എന്ന് പറഞ്ഞാൽ ഒന്നുപോലും മാറ്റി നിർത്താൻ കഴിയാത്ത വലിയ ഒരു അത്ഭുതം ദൈവ പൈതലേ നിന്റെ ജീവിതത്തിനകത്ത് എന്റെ സ്വർഗം ഇന്ന് പകൽക്കാലം തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. അതാ ഇവിടെ 15-ാമത്തെ ആമേൻ ഭാഗം നമ്മൾ ചിന്തിച്ചത്. എന്നാൽ 16-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് മന്ന എല്ലാ പേർക്കും ഒരു പ്രത്യക്ഷ വസ്തുവായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. മന്ന എല്ലാ പേർക്കും ഒരു പ്രത്യക്ഷ വസ്തുവായി തീർന്നു. കണ്ടോ? അവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ അവർ കണ്ടിട്ടില്ല. ഇത് അവരുടെ ജീവിതത്തിനകത്ത് ഇത് ഇതുവരെ അവർ അനുഭവിച്ചിട്ടില്ല. അവരനുഭവിപ്പാനായി ഇറങ്ങിയപ്പോൾ ഇതെന്താണെന്ന് അവർക്കറിയത്തില്ല. കുറെ പഞ്ഞുകൾ കിടക്കുന്നത് പോലെ അവരുടെ വീട്ടിന്റെ മുറ്റത്തും കൂടാരത്തിനടുത്തൊക്കെ ഇങ്ങനെ കിടക്കുക. ഉറുമ്പടുക്കുന്നില്ല, മറ്റൊന്നും അടുക്കുന്നില്ല. സ്തോത്രം. ദൈവ പൈതലേ, നിനക്ക് എന്ത് നന്മ തന്നാലും നീ മനുഷ്യനോട് നന്ദി കാണിക്കരുത്, ദൈവത്തോട് നന്ദി കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം നമുക്ക് നൽകിയാലും ദൈവമേ, പ്രൈസ് ദി ലോർഡ്, എന്തെല്ലാം ദൈവം നമുക്ക് തന്നാലും അതിന്റെ കാരണഭൂതനായ ദൈവം, ആ ദൈവത്തോട് നമ്മൾ നന്ദി കാണിക്കുമെങ്കിൽ
തന്നവൻ പിന്നെയും തന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ആമേൻ. തന്നവൻ പിന്നെയും ജീവിതത്തിന്റെ മേഖലയിൽ അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി 16-17 നമ്മൾ വരുമ്പോ, കർത്താവ് ക്രൂശിൽ പരസ്യ കാഴ്ചയായി മരണം വരിച്ചു. കർത്താവ് ക്രൂശിൽ പരസ്യ കാഴ്ചയായി മരണം വരിച്ചു. റോമർ 3:24. റോമർ 3:24. യോഹന്നാൻ 3:14. യോഹന്നാൻ 3:14. കൊലോസ്യർ 2:15. കൊലോസ്യർ 2:15. ക്രൂശിൽ പരസ്യമായിട്ടല്ലേ? അതെ, എന്റെ കർത്താവ് ക്രൂശിൽ പരസ്യഘോരമായത് നിനക്കും എനിക്കും വേണ്ടിയാണ്. സ്തോത്രം. പരസ്യമായി പ്രഖ്യാപിച്ചു, പരസ്യമായി കർത്താവിനെ ക്രൂശിച്ചു, പരസ്യമായി കർത്താവിനെ അവർ അടിച്ചു, പരസ്യമായി നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് മിശ താടി രോമങ്ങളെ വലിച്ചു വിഴുതു. ഹല്ലേലൂയ. പരസ്യമായി 129 മുള്ളുകൾ കൊണ്ട് മെനയപ്പെട്ട ഒരു കിരീടം വെച്ചു കൊടുത്തു. എല്ലാം പരസ്യമായിട്ടല്ലേ? ഹല്ലേലൂയ. അല്ലേ? എല്ലാം പരസ്യമായിട്ട്. അതിനൊരു മുള്ളാണ് കർത്താവിന്റെ കണ്ണിനെ തുളച്ചു കയറിയത്. അതും പരസ്യമായിട്ടല്ലേ? എന്തിനു വേണ്ടിയാ? പരസ്യമല്ല തുപ്പിയത്, പരസ്യമല്ല കളിയാക്കിയത്. എവിടെ കളിയാക്കിയോ, എവിടെ പരസ്യമായി ചവിട്ടി താഴ്ത്തിയോ, അവിടെ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി നിന്നെ എവിടെ പരസ്യമായി കുറ്റം വിധിച്ചുവോ, നിന്നെ പരസ്യമായി എവിടെ പരസ്യ കോലമാക്കിയോ, അവിടെ നീ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ഒരു ഉയർപ്പ് നടപ്പുണ്ട്. ഇതിനകത്തേക്ക് ദൈവവൈതലേ, നിന്നെ പരസ്യമായി ഏതൊക്കെ സ്ഥലത്ത് നിന്നെ നിന്ദിച്ചോ, നിന്നെ പരസ്യമായി മനുഷ്യൻ മുൾക്കിരീടം ചൂടിയോ, നിന്റെ തോളിൽ കൈയിട്ട് നടന്നവർ നിന്നെ പരസ്യമായി മാറ്റി നിർത്തി പഴിച്ചുവോ, നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം ഒരു മേശയിൽ കഴിച്ചവർ നിനക്കെതിരെ കുതികാൽ ഉയർത്തിയോ, ആമേ സ്തോത്രം. തീർന്നില്ല, നിന്നോട് കൂടെ ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഇടപെട്ടവർ നിന്നെ പരസ്യകോലമാക്കിയോ, അതേ സ്ഥലത്ത് അതേ ജില്ലയിൽ അതേ ആമേ കോട്ടയ്ക്കകത്ത് വെച്ച് ദൈവം നിന്റെ കുടുംബത്തെ ഇതേ വ്യക്തികൾ കാണുകേ, അവർ നിന്നെ കാണുകേ, നിന്നെ ഉയർത്തുന്ന നാഴിക വിദൂരമല്ല. അല്ലാതെ എന്റെ കർത്താവ് അരിമത്തിക്കാര യോസേപ്പ് അവന് വേണ്ടി വെട്ടിത്തീർത്ത കല്ലറയിൽ ആമേൻ വേറെ ആരെയും വച്ചിട്ടില്ല. ആ കല്ലറയിൽ വച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയില്ല. ആ കല്ലറയുടെ സ്ഥലം എത്രയാണെന്ന് അറിയുമോ? 68 സെന്റ് സ്ഥലം. 1-2 അല്ല, 68 സെന്റ് സ്ഥലമാണ് ആ പാറയിൽ വെട്ടിയ കല്ലറയിരിക്കുന്ന സ്ഥലം. ആമേൻ. 1000-ലപ്പുറം ആമേൻ വ്യക്തികളെ കൊണ്ടുവന്ന് ആ കല്ലറയെ കുന്തമനകൾ കോർത്തുപിടിച്ച പരിചയം വാളുമായി ജനത്തെ കാവൽ നിർത്തി. ഇവൻ പുറത്തു വരുന്നതെന്ന് കാണണം, ഇവൻ പുറത്തു വരുന്നതെന്ന് കാണണം, ഇവൾ പുറത്തു വരുന്നതെന്ന് കാണണം, നിന്റെ തലമുറ പുറത്തു വരുന്ന ഒന്ന് കാണണം, നിന്റെ പ്രിയപ്പെട്ടവൻ പുറത്തു വരുന്ന ഒന്ന് കാണണം, നിന്റെ അപ്പൻ പുറത്തു വരുന്ന ഒന്ന് കാണണം, നിന്റെ ഭാര്യ പുറത്തു വരണ ഒന്ന് കാണണം, സന്തോഷമായി ജീവിക്കുന്ന ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച പരസ്യകോലമായി നിൽക്കുന്ന വ്യക്തികളുടെ മുൻപിൽ അവർ നോക്കി നിൽക്കെ കർത്താവ് 3-ാമത്തെ ദിവസം പുറത്തു വന്നു എങ്കിൽ ഇന്ന് രാത്രി സകലത്തെയും ഭേദിച്ചുകൊണ്ട് ചില മുദ്രകൾ പൊട്ടാൻ പോകുകയാണ്. ചില മുദ്രകൾ പൊട്ടാൻ പോകുകയാ. ദൈവജന ഏതൊക്കെ ചില കുടുംബത്തിനകത്ത് ദൈവാത്മ വ്യക്തമായി പറയുന്നു, ചില അധികാരത്തിന്റെ മുദ്രകൾ, മന്ത്രവാദത്തിന്റെ മുദ്രകൾ, പോരുകളെ ഇന്ന് രാത്രി തച്ചുടയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവകുഞ്ഞെ, നിന്നെ ആർക്കും തൊടാൻ കഴിയില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അത്ര ശക്തമാണ്.
ഓ, തലമുറയുടെ മനസ്സിനെ വേദനിപ്പിച്ചത് ആരാ? ആമേ മോളെ, നിന്റെ അപ്പനാണോ വേദനിപ്പിച്ച്? നിന്റെ അപ്പനാണോ വേദനിപ്പിച്ച്? എന്നാൽ അപ്പനെ സൃഷ്ടിച്ച ദൈവം പറയുന്നു, നിന്റെ മനസ്സിനെ വേദന എടുത്തു മാറ്റാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ഏതൊക്കെയോ തലമുറകളോട് ദൈവാത്മാവ് വിളിച്ചു പറയുക, ഏതൊക്കെയോ പെൺ തലമുറകളോട് ദൈവാത്മ വിളിച്ചു പറയുക, ഏതൊക്കെയോ വേദനിച്ച് ഭാരപ്പെട്ട് പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ആമേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറകളെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇല്ല, നിന്നെ പുറത്തെടുക്കും, നിന്നെ പരിഹസിച്ച് ആമേ ദേശത്ത് വെച്ച് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം പറയാൻ പറ്റുമോ? ആമേൻ. ശുഡബല രഗതനാഗര വൈഡമനാരകൾ പ്രൗഢപരക്ഷ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. 19. ആമേൻ. സ്തോത്രം. 19. ആമേൻ. മന്ന പെറുക്കിയ എല്ലാവർക്കും, മന്ന പെറുക്കിയ എല്ലാവർക്കും തുല്യ അളവ് അളന്ന ഇടങ്ങഴി. പുറപ്പാട് പുസ്തകം 16:16. പുറപ്പാട് 16:16 വായിച്ചാട്ടെ, നമ്മളത് വായിച്ചില്ല. 16:16. ശുഡബലബല റിബലബല ഷൈഡകരാജകൾക്കരാതി. പതിനാറിന്റെ 16 വായിച്ചു. സ്തോത്രം. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. താന്താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിന് ഒത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വായിച്ചത് 16-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, ഓരോരുത്തന് ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. തന്താന്റെ കൂടാരത്തിലുള്ളവരോട് എണ്ണത്തിന് തക്കവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം. അപ്പൊ അളവുണ്ട്. ഈ ജനം എന്ത് ചെയ്യുന്നറിയാമോ? ഇതൊന്നും കേൾക്കാതെ ഇവർ ഇന്നത്തേക്കും നാളത്തേക്കും മറ്റത്തേക്കും എല്ലാം കൂടെ വാരിക്കെട്ടി അങ്ങ് വച്ചു. ഇതെല്ലാം കൂടെ സമയത്ത് കഴിഞ്ഞപ്പോ ഇതെല്ലാം അങ്ങ് ജീർണിച്ചു പോയി. അതുകൊണ്ട് പറഞ്ഞു, എല്ലാം കണക്കിന് വാരിക്കയറ്റും. സ്തോത്രം. ഒരു ഉപവാസം കഴിഞ്ഞ ഉടൻ ആമേൻ ഒരു തണ്ണിമത്തങ്ങയിലോ അല്ലെങ്കിൽ ഒരു വെള്ളരിക്കയിലോ ഉപവാസം മുറിക്കേണ്ടതിന് ആമേൻ 21 or 40 ഒക്കെ ഇരുന്നിട്ട് ഇതെല്ലാം കൂടെ 21 ദിവസം കഴിക്കേണ്ട ഇറച്ചിയും 21 ദിവസം കഴിക്കേണ്ട കപ്പയും ഇതെല്ലാം കൂടെ ഒരു ദിവസം വാരി കയറ്റിയ എങ്ങനെ ഉണ്ടാവും? ഇത് ഉപവാസം കട്ട് ചെയ്യുന്നത് ഒരു ചെറു പഴത്തിലോ ഒരു ചെറിയ വെള്ളരിക്ക പീസിലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 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 3-4 മണിക്കൂർ കഴിഞ്ഞ് ഒരു അല്പ കഞ്ഞി കൂടെ കുടിച്ചു കഴിഞ്ഞാൽ മോശം പറയുക സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഒരിടങ്ങഴി പറയ്ക്കാൻ മതി. ആകാ ഓരോ കുടുംബത്തിന്, ഒരാളിന് ഒരു കുടുംബത്തിന്. സ്തോത്രം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലത്തെ ഒരു കുട്ടി 2 കുട്ടികളൊന്നും അല്ല. അവിടെ ഒരു കുടുംബത്തിൽ 8-10 തലമുറകളും അതിൻ്റെതായ ആൾക്കാരും ഒക്കെ ഒരു കുടുംബത്തിനകത്തുണ്ടാകും. ആമേൻ. അവർക്ക് വേണ്ടത് ഒരിടം കഴിയാ. ഇന്ന് തുകയോ? ഇന്ന് 2 പേരുള്ളവർക്കും 2 വ്യക്തികളുണ്ടെങ്കിൽ 2 കിലോ അരിയും 2-3 കിലോ കപ്പയും അതിന്റെ സാധനങ്ങളും വേണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അങ്ങോട്ടുള്ള കാര്യം പറയണോ? അളന്ന് കൃത്യമായിട്ടും ആമേൻ പാമോയിൽ കൊടുക്കുന്നത് പോലെ അളന്ന് തിട്ടപ്പെടുത്തി ജനത്തിന് 40 വർഷം ദൈവം കൊടുത്തു. ഒരു ദിവസമല്ല, 40 വർഷം. 40 ദിവസം 40 വർഷം പോലെ കടന്നുപോയില്ല. 40 വർഷവും ദൈവം കൊടുത്തു.
പക്ഷെ പറയുന്നത് പോലെ അവര് മുൻപിലോട്ട് പോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി വഴികളെ തുറന്നു. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി വഴി തുറക്കാൻ എന്റെ ദൈവം ശക്തൻ, സർവശക്തൻ. അവൻ പറയുക, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചിലത് ദൈവത്തിന്റെ ആത്മാവ് പിറക്കി തരികയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 20, ആമേൻ, സ്തോത്രം. 20 വായിക്കുന്നത് ഇങ്ങനെയാണ് എഴുതുന്നത്, വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ തുല്യം. ഏവർക്കും രക്ഷ തുല്യം. ആമേൻ. വായിക്കുന്നു, എഴുതുന്നു യോഹന്നാൻ സുവിശേഷം 1:12, യോഹന്നാൻ 1:12, 2 കൊരിന്ത്യർ 8:15, റോമർ 10:13. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. ദൈവ പൈതലെ വായിക്കാം. ആമേൻ, സ്തോത്രം. റോമർ 10:13 വരുന്നു പെട്ടെന്ന്. 10:13 അവിടെ എന്താ വായിച്ചത്? റോമർ 10:13. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെ വായിച്ചത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ്? കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് പരിധിയിൽ ആരെന്നില്ല. ഏത് വ്യക്തിയാണെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ രാത്രിയിൽ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചുകൊട്. തയ്യാറാണോ ഏൽപ്പിച്ചു കൊടുക്കാൻ? ആമേൻ. 21-ാമത്തെ ഭാഗത്തേക്ക് വരാം. 21-ാമത്തെ ഭാഗം അവിടെ പറയുന്നു, മന്ന തേൻ പോലെ മധുരമുള്ളത്. മന്ന തേൻ പോലെ മധുരമുള്ളത്. പുറപ്പാട് 16:31, സംഖ്യ 11:8. പുറപ്പാട് 16:31, സംഖ്യ 11:8 നമ്മൾ ഇന്നലെ വായിച്ചു. 22 നമ്മൾ വരുമ്പോ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിന്റെ വാക്കുകൾ മധുരവും ലാവണ്യമുള്ളതുമാകുന്നു. മധുരവും ലാവണ്യമുള്ളതാകുന്നു. ഇന്നലെ വായിച്ചു. ലൂക്കാ 4:22, ഉത്തമഗീതം 5:16 ഒന്ന് വായിച്ചേ. ഉത്തമഗീതം 5:16. ഉത്തമഗീതം 5:16. അവന്റെ വായി ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. ആമേൻ. ഉണ്ടോ? അവന്റെ വായി എന്താണ്? ഏറ്റവും മധുരമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഉത്തമഗീതം നമ്മുടെ കർത്താവിനെയാണ് കാണിക്കുന്നത്. മണവാളൻ മണവാട്ടി സഭ. ഉത്തമഗീതത്തിലെ ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ പ്രാണകാന്തന്റെ കാര്യാദികൾക്ക് ആമേൻ നിവർത്തീകരണം വരുന്നതിന് തൊട്ടു മുമ്പ് തന്റെ ശലോമോൻ തന്റെ ജ്ഞാനത്തിൽ കൂടെ എഴുതിപ്പിടിപ്പിച്ച വാക്കുകൾ പറയുന്നു. അവന്റെ വായി ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ആമേൻ. നല്ലൊരു സ്നേഹിതൻ നമുക്കുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോയിക്കേ, അടുത്ത് നമ്മൾ വായിക്കാൻ എഴുതുന്നത് 23. മന്ന വെളുത്തതും പുറപ്പാട് 16:31,
സംഖ്യ 11:7. 24 വെള്ള വിശുദ്ധിയെ കാണിക്കുന്നു. വെള്ള വിശുദ്ധിയെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ പവിത്രതയെ കാണിക്കുന്നു. ക്രിസ്തുവിന്റെ പവിത്രതയെ കാണിക്കുന്നു. നമ്മളിവിടെ നേരത്തെ വായിച്ചു 7, എബ്രായ ലേഖനം 7:26 നമ്മൾ നേരത്തെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത 25 മന്ന. 25 മന്ന പിടിക്കപ്പെട്ടു. മന്ന പിടിക്കപ്പെട്ടു. ഇവിടെ സംഖ്യാപുസ്തകം 11:8. 26 ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് തൊട്ടു മുൻപേ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:10 27 മന്ന ഒരു ജാതിക്കും മാത്രം. മന്ന ഒരു ജാതിക്ക് മാത്രം. ക്രിസ്തു എല്ലാ പേർക്കും. മന്ന ഒരു ജാതിക്ക് മാത്രം, ക്രിസ്തു എല്ലാ പേർക്കും. 1 തിമോത്തി 1:15. 28 തിന്നവർ മരിച്ചു. തിന്നവർ മരിച്ചു. ബ്രാക്കറ്റിൽ ഒരു നാളും മരിക്കുകയില്ല. ബ്രാക്കറ്റിൽ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ സുവിശേഷം 11:25-26. 29 അവർക്ക് വീണ്ടും വിശന്നു. അവർക്ക് വീണ്ടും വിശന്നു. ബ്രാക്കറ്റിൽ ഒരു നാളും വിശക്കുകയില്ല. ബ്രാക്കറ്റിൽ ഒരു നാളും വിശക്കുകയില്ല. 30 ഇസ്രായേലിന് മുഴുവൻ. ബ്രാക്കറ്റിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. ബ്രാക്കറ്റിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. 31 ഇസ്രായേലിന് മുഴുവൻ മന്ന അഗ്നിയിൽ കൂടി കടന്നു. മന്ന അഗ്നിയിൽ കൂടി കടന്നു. ബ്രാക്കറ്റിൽ ക്രിസ്തു ദൈവകൃപയോട്. ക്രിസ്തു ദൈവകൃപയോട്. 32 ജീവന്റെ അപ്പമായി തീർന്നു. ജീവന്റെ അപ്പമായി തീർന്നു. യോഹന്നാൻ 6:58, യെശയ്യാവ് 53:8. ജീവന്റെ അപ്പമായി തീർന്നു. ഇത്രയുമാണ് നമ്മുടെ സബ്ജക്റ്റ്. മന്ന എന്ന വിഷയം ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്.